എല്ലാവരെയും മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യുദ്ധത്തിന്റെ സൈഡ് എഫക്റ്റുകൾ യുദ്ധം ചെയ്യാതെ മാറി നിൽക്കുന്ന രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നും നമ്മൾ അറിയേണ്ടതാണ്. 2025 സെപ്റ്റംബർ 17 സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു സഹകരണ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഈ കരാർ പ്രകാരം ഒരാൾക്കെതിരായ ഏതൊരു ആക്രമണത്തെയും ഇരു രാജ്യങ്ങൾക്കുമെതിരായ നടപടിയായി കണ്ടുകൊണ്ട് ഒരു കൂട്ടായ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ്. 2025 സെപ്റ്റംബർ 9 ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ ബോധത്തെ വളരെയധികം അസ്വസ്ഥമാക്കുകയാണ് ഉണ്ടായത്. അമേരിക്കൻ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടായിട്ട് പോലും നമുക്കിട്ട് ഇവന്മാർ പണിതു എന്ന തോന്നലാണ് പാകിസ്ഥാനുമായി ഒരു കരാറുണ്ടാക്കാൻ സൗദിയെ പോലും പ്രേരിപ്പിച്ചത്. മാത്രമല്ല, ഇസ്രായേലിന്റെ കൂടാതെ ഇറാന്റെ ഭീഷണി വേറെയുമുണ്ട്. 2025 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാന് മുൻതൂക്കം നേടാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തിൽ പാകിസ്ഥാൻ ശക്തമായ ഒരു രാജ്യമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് സൗദി പാകിസ്ഥാന്റെ പിന്നാലെ ഓടിച്ചെന്ന് ഒരു രക്ഷാ കരാറിന് തയ്യാറായത്. ഓതിക്കെട്ടിയ ഒരു കറുത്ത രക്ഷാചരട് അരയിലും കയ്യിലൊക്കെ കെട്ടുന്നത് നല്ലതാണെന്ന് എന്നായിരിക്കാം സൗദി കരുതിയിട്ടുള്ളത്. ഈ പാകിസ്ഥാൻ എന്തോ ഒരു വലിയ സംഭവമാണെന്നാണ് ഇവരൊക്കെ ധരിച്ചിരുന്നത്. അമ്മാതിരി തള്ളായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഈ അറബ് രാജ്യങ്ങളിലെ രാജാക്കന്മാരെല്ലാം മുന്നിൽ ചെന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയൊക്കെ തള്ളിക്കൊണ്ടിരുന്നത്. സൗദി മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാജാക്കന്മാരും പാകിസ്ഥാനെ ഏതോ രക്ഷകനായി കണ്ടുകൊണ്ട് ചങ്ങാത്തം ഉറപ്പിക്കാനും പാകിസ്ഥാൻ ചോദിക്കുന്നതെല്ലാം കൊടുക്കാനും മത്സരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാനും ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തിൽ ഈ പാകിസ്ഥാനുമായിട്ടുള്ള കരാറൊന്നും സൗദിയുടെയും മറ്റ് അറബ് രാഷ്ട്രങ്ങളുടെയും രക്ഷയ്ക്ക് എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് യുദ്ധം പാകിസ്ഥാനിലേക്കും വ്യാപിക്കുമോ എന്ന് ഭയന്ന് അമേരിക്കയുടെ മധ്യസ്ഥനായിട്ട് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടി ഇറാന്റെ കാല് പിടിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് അറബ് രാജ്യത്ത് നിന്ന് അവരെ രക്ഷിക്കാൻ പോകുന്നത്. ഇതൊക്കെ ചുമ്മാണ്. അറബികളെ പറ്റിച്ച് കാശ് വാങ്ങാനും അവരുടെ നിക്ഷേപങ്ങൾ പാകിസ്ഥാൻ ബാങ്കുകളിൽ എത്തിച്ച് തിരിമറി നടത്തി കാശില്ലാതെ നട്ടലിലൊടിഞ്ഞ് കൂമ്പുകുത്തി കിടക്കുന്ന പാകിസ്ഥാനെ സാമ്പത്തികമായി രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു സൗദിയുമായിട്ടുള്ള ഈ പാകിസ്ഥാന്റെ സഹകരണ പ്രതിരോധ കരാർ. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനെ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലായ UAE പാകിസ്ഥാൻ സെൻട്രൽ ബാങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി കുറച്ചു കാലത്തേക്ക് നിക്ഷേപിച്ചിരുന്ന $3.5 ബില്യൺ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം കാരണം എണ്ണക്കച്ചവടമൊക്കെ ഈ അട്ടത്തായതുകൊണ്ട് ചെലവിന് പോലും കാശില്ല എന്നാണ് UAE പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കാശ് തിരിച്ചു തന്നേക്ക് എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. പാകിസ്ഥാനിൽ UAE നിക്ഷേപിച്ചിരിക്കുന്ന ഈ നിക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞ ഫെബ്രുവരിയിൽ കഴിഞ്ഞതാണ്. എന്നാൽ സാധാരണ ഇങ്ങനെ കാലാവധി കഴിഞ്ഞാലും UAE അത് നീട്ടിക്കൊടുക്കുന്നതാണ്. എന്നാൽ ഇത്തവണ കാശ് തിരികെ വേണമെന്നാണ് UAEയുടെ നിർബന്ധം. കാരണം ഇത് ചിലപ്പോൾ പോയി കിട്ടുമോ എന്ന് അവർക്ക് ഭയമുണ്ട്. യുദ്ധമൊക്കെയാണ്, ഡോളറിൻ്റെയൊക്കെ വിലയിടിഞ്ഞ് പാകിസ്ഥാനും എല്ലാം കുത്തുവാളയായി കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോയി കിട്ടും എന്ന് UAEക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞങ്ങളെ കാശ് തന്നേക്ക് എന്ന് UAE ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാസം $2 ബില്യൺ പാകിസ്ഥാൻ തിരിച്ചടയ്ക്കുകയാണ് എന്നറിയിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ തുക ഒറ്റയടിക്ക് കുറയുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രതയെ കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇനി സൗദിയും കാശ് തിരിച്ചു ചോദിക്കുമോ എന്ന ഭയം പാകിസ്ഥാനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഏകദേശം $5 ബില്യൺ സൗദി നിക്ഷേപങ്ങൾ പാകിസ്ഥാൻ സെൻട്രൽ ബാങ്കിലുണ്ട്. ഇതിനൊപ്പം $1 ബില്യൺ വരെയുള്ള എണ്ണയും വായ്പയായിട്ട് പാകിസ്ഥാൻ വാങ്ങിയിട്ടുണ്ട്. അതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. ഇതൊക്കെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോകാമെന്നുള്ള കണക്കൂട്ടിലായിരുന്നു പാകിസ്ഥാൻ കഴിഞ്ഞിരുന്നത്. ഈ സർക്കാരിൻ്റെ ഒന്നും കൂടാതെ സ്വകാര്യ വ്യക്തികളുടെ വലിയ നിക്ഷേപവും പാകിസ്ഥാനിലുണ്ട്. അതെല്ലാം പിൻവലിച്ചാൽ പാകിസ്ഥാൻ പിച്ചപ്പാളയെടുക്കുന്ന കാര്യം ഉറപ്പാണ്. യുദ്ധം അവസാനിക്കുന്നതോടെ യഥാർത്ഥത്തിൽ തകരുന്നത് ഇറാനോ ഇസ്രായേലോ അമേരിക്കയോ ഒന്നുമല്ല. പകരം അറബികളുടെ പുറന്തടവി അവരെ അപ്പവും പാലും ഒക്കെ കുടിപ്പിച്ച് അപ്പുറം നിൽക്കുന്ന പാകിസ്ഥാൻ മാത്രമല്ല, കൂട്ടത്തിൽ ഈജിപ്റ്റ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. ഇവന്മാരെല്ലാം ഈ അറബികളെ ചാക്കിട്ടുകൊണ്ട് ഇസ്രായേലിൻ്റെയും അറബികളുടെ എല്ലാം പക്ഷത്ത് നിൽക്കുകയും ഇവരിൽ നിന്നും കാശടിച്ചു മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരാരും മിണ്ടാതിരിക്കുന്നത്. ഇപ്പം യുദ്ധം വന്നതോടുകൂടി ഈ UAEക്കായാലും ഖത്തറിനായാലും സൗദിക്കായാലും മനസ്സിലായിട്ടുണ്ട് ഇവന്മാർക്കാർക്കും ഞങ്ങളെ ഇത് രക്ഷിക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് ഇവരൊക്കെ ആയിട്ടുള്ള ഇടപാടൊക്കെ നിർത്തിക്കൊണ്ട് നമുക്ക് വരും സൗഹൃദം മതി, അക്കാശക്കൊക്കെ വന്നേക്കൂ എന്നാണ് പറയുന്നത്. എന്നാൽ യുദ്ധം കൂടുതൽ ശക്തമാവുന്നതോടെ ട്രംപിന്റെ ഭ്രാന്ത് പിന്നെയും വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 48 മണിക്കൂറിനുള്ളിൽ ഒരു കരാർ ഒപ്പുവെക്കുകയും ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ തയ്യാറാവുകയും ചെയ്തില്ലെങ്കിൽ ഇറാൻ നരകയാതന അനുഭവിക്കുമെന്ന് ട്രംപ് വീണ്ടും വലിയൊരു ഭീഷണിയാണ് മുടക്കിയിരിക്കുന്നത്. ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ചുമ്മാ അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഇയാൾക്കൊന്നും ചെയ്യാനൊന്നും കഴിയത്തൊന്നുമില്ല.
ഇയാളിത് പറഞ്ഞതോടെ എന്നാലെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ അതായത് പാകിസ്ഥാൻ, ഈജിപ്റ്റ്, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇറാൻ അവിടുന്ന് സ്ഥലം വിടുകയും ചെയ്തു. മറുതടിക്കുന്നത് കാണട്ടെ എന്ന് തന്നെ അവർ പറയുന്നത്. ഹോർമുസ് കടലിടുക്കിലെ പിടിമുറുക്കൽ ഇറാൻ ഒരു വിധത്തിലും വിടാൻ സാധ്യതയില്ലെന്ന് US ഇന്റലിജൻസ് തന്നെ ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്ങനെയും യുദ്ധം അവസാനിപ്പിച്ച് രക്ഷപ്പെടാനാണ് ട്രംപിനോട് ഇന്റലിജൻസ് ഇപ്പോൾ ഉപദേശിക്കുന്നത്. എന്നിട്ടും ഇടയ്ക്കിടെ ട്രംപ് ഭീഷണിയുടെ വെടിപൊട്ടിക്കുന്നതോടെ ഇറാൻ ആക്രമണം വർദ്ധിപ്പിക്കുകയാണ്. അവർ ഇസ്രായേലിലും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ആസ്തികളെയുമൊക്കെ തകർത്ത് വാരുകയാണ്. ഇന്നലെ രാത്രി ഇസ്രായേലിലേക്ക് അതിഭീകരമായ ആക്രമണമാണ് നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് ജൂതന്മാർ കിടന്ന് ഉറങ്ങിയിട്ട് ഇവന്മാരെ ആരെ ഉറങ്ങാൻ വിടില്ല. കാരണം രാത്രിയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നത്. എല്ലാം ബങ്കറിലാണ്. ബങ്കറിൽ ആൾക്കൂട്ടത്തിന് നടുവിലാണ് ഇപ്പോൾ ഇവരുടെ എല്ലാ ലൈഫും. ഒരു രക്ഷയില്ല. ഇപ്പോൾ ഈ ബങ്കറും പൊളിക്കുന്ന രീതിയിൽ മിസൈലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളെക്കാൾ രാജ്യത്തിൻ്റെ സുരക്ഷാ പ്രതിരോധ സർക്കാർ സംവിധാനങ്ങളെ തകർക്കാനാണ് ഇറാൻ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഇറാന് എളുപ്പമാകുന്നത് ഇസ്രായേൽ ചെറിയ രാജ്യമായതുകൊണ്ടാണ്. എന്നാൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അത് കഴിയുന്നില്ല. ഇറാൻ വിശാലമായ ഒരു രാജ്യമായതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളെ തകർക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിയുന്നില്ല. ഇസ്രായേലുമായി ഒരു വലിയ യുദ്ധം കാലങ്ങളായി ഇറാൻ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് അതിൻ്റെ തയ്യാറെടുപ്പുകൾ അവർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. യുദ്ധം വന്നാൽ തകരാത്ത വിധം സർക്കാർ സംവിധാനങ്ങൾ അവർ തയ്യാറാക്കിയത് കൊണ്ടാണ് ഇറാൻ ഭരണകൂടത്തെ മറിച്ചിടാൻ പോലും അമേരിക്കയ്ക്ക് ഇപ്പോൾ കഴിയാത്തത്. ഒരാൾ മരിച്ചാൽ അടുത്തയാൾ അതേ സ്ഥാനത്തേക്ക് വരുമെന്നല്ലാതെ യുദ്ധത്തിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിലും അമേരിക്കയിലും അങ്ങനെയല്ല സംഭവിക്കുന്നത്. നെതന്യാഹു ഭരണകൂടത്തിന് ഇനി യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ലാതായിരിക്കുകയാണ്. ജനങ്ങൾ പ്രതിഷേധവുമായി ഈ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുമ്പോൾ അവരെ പോലീസിനെ ഉപയോഗിച്ച് തല്ലി ഒതുക്കിക്കൊണ്ടിരിക്കേണ്ടായാണ്. ട്രംപിനെ സംബന്ധിച്ചാണെങ്കിൽ സെപ്റ്റംബറിലെ ഹിതപരിശോധനയിൽ ജനപിന്തുണ നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടി വരികയോ അതല്ലെങ്കിൽ വെറും ഒരു പ്രസിഡന്റായോ ശിഷ്ടകാലം ഭരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ലോകത്തെ സമവാക്യങ്ങൾ യുദ്ധത്തോടെ മാറിമറിയുകയാണ്. അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല. അത്തരമൊരു അവസ്ഥയാണ് ഇപ്പോൾ ഈ യുദ്ധം വരുത്തി വെച്ചിട്ടുള്ളത്. എന്തായാലും മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.